ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജി തോട്ട്സ് ആണ് നോക്കുന്നത്. അതായത് അവരെന്താണ് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് ചിന്തിക്കുന്നത്, നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. മനസ്സിലാക്കുക, എനർജി എപ്പോഴും മാറിക്കൊണ്ടിരിക്കും എന്നുള്ളത് കേട്ടോ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. മാക്സിമം കോളുകൾ ഒഴിവാക്കുക കേട്ടോ. ഓക്കെ, വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ പേഴ്സൻ്റെ നെയിം മനസ്സിലേക്ക് റിപ്പീറ്റ് കൊണ്ടുവരിക. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ തോട്ട്സ്, എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടുള്ള. എനിക്ക് ലവേഴ്സ് കാർഡ് റിവേഴ്സ്ഡ് വന്നു, ഹൈ പ്രീസ്റ്റസ് വന്നു, 5 ഓഫ് കപ്സ് വന്നു, ഒരു കാർഡും കൂടി ഏസ് ഓഫ് പെൻഡക്കിൾ എന്ന കാർഡാണ്. ഇവിടെ എനിക്ക് ഫസ്റ്റ് വന്നത് ലവേഴ്സ് കാർഡ് റിവേഴ്സ്ഡ് ആണ് വന്നത്. അതിനർത്ഥം നിങ്ങളുടെ സ്നേഹം ഇപ്പോൾ ഒരു നല്ല രീതിക്കല്ല പോകുന്നത് എന്നാണ്. അതായത് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവില്ല. ഒരാൾ പറയുമ്പോൾ ഒരാൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ ഒരാൾ സൈലൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരാൾ അവോയ്ഡ് ചെയ്യുന്നത്. അങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നിറഞ്ഞ ഒരു ബന്ധത്തെയാണ് ഇവിടെ കാണിച്ചു തരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ആരോ ഒരാൾ ഇതിൽ ഈഗോ ആയിട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ മാറി നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. മേ ബി നിങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം. ഓക്കെ, പിന്നെ ഹൈ പ്രീസ്റ്റസ് എന്ന കാർഡാണ്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇൻവോൾവ് ആയിട്ട് നിൽക്കുന്നത് എനിക്കിവിടെ കാണുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. മേ ബി അത് തന്നെ ആയിരിക്കാം ഇതിനൊരു പ്രശ്നമായിട്ടും കാണിക്കുന്നത്. ആൻഡ് 5 ഓഫ് കപ്സ് എന്ന കാർഡാണ്. സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് നിൽക്കുന്നു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും. ഓക്കെ, അപ്പം നിങ്ങളല്ല, നിങ്ങളുടെ പേഴ്സൺ ആണ് ഇവിടെ സൈലൻ്റ് എന്ന് മനസ്സിലാവുന്നുണ്ട്. സോ അവരിവിടെ സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് നിൽക്കുന്നുണ്ട് ഇപ്പം നിങ്ങളുടെ ബന്ധത്തിൽ. അതായത് നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്ന കൈൻഡ് ഓഫ് എനർജിയാണത്. ആൻഡ് ഏസ് ഓഫ് പെൻഡക്കിൾ എന്ന കാർഡ് അവസാനം വന്നൊരു കാർഡാണ്. ഇവിടെ എന്ത് തന്നെയാണെങ്കിലും ഈ പേഴ്സൺ നിങ്ങളെ സ്പൈ ചെയ്യുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ഓക്കെ, നിങ്ങളെ സ്പൈ ചെയ്യുക, നിങ്ങളെ ചേസ് ചെയ്യുന്നില്ല, ബട്ട് നിങ്ങളെ സ്പൈ ചെയ്യുക, നിങ്ങളെക്കുറിച്ചിട്ട് ആലോചിക്കുക. ഓക്കെ, നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവായിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ DP മാറുന്നത്, അല്ലെങ്കിൽ നിങ്ങളിടുന്ന സ്റ്റാറ്റസുകൾ നോക്കുക, അതിനെ ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ അത് റിപ്പീറ്റ് എടുത്ത് നോക്കുക. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്, സ്പൈ ചെയ്യുന്നുണ്ട് കൂടുതലായിട്ടും എന്നുള്ളത് കാണുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ അവരിപ്പം നിങ്ങളെ അവോയ്ഡ് ചെയ്ത് നിർത്തിയേക്കാണ്, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് നിൽക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് കാണുന്നു. ഓക്കെ, അവരുടെ തോട്ട്സ് എന്താണ്? ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ തോട്ട്സ് എന്താണ്? 8 ഓഫ് പെൻഡക്കിൾ എന്ന കാർഡ് എനിക്ക് വന്നു. ഇതൊരു മിസ്സിങ് എനർജി കാർഡാണ്. നിങ്ങൾക്ക് കാർഡ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു പ്രതിമയെ നോക്കിയിരിക്കുന്ന ഒരു ലേഡീനെയാണ് കാണിക്കുന്നത്. ഓക്കെ, ലേഡിയോ അല്ലെങ്കിൽ മെയിലോ ഫീമെയിൽ എനർജിയോ ആയിരിക്കാം. ആരാണെങ്കിലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണുന്നത്. അതായത് നിങ്ങളെ കുറിച്ചിട്ട് സങ്കല്പിക്കുക, ഒരുപാട് സങ്കല്പിക്കുക, അങ്ങനെയുള്ള ഒരു എനർജിയിലാണ് അവർ. സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിലും അവരിപ്പം വെറുതെ ഇരിക്കുന്ന ഒരു സമയം, ഇപ്പോൾ ഒരു വർക്കും ഒന്നുമില്ലാത്ത സമയത്ത് വെറുതെ ഇരിക്കുന്ന സമയത്ത് നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുകയാണ് അവർ ഒരുപാട്. ഓക്കെ, അതായത് ചിന്തിക്കുക മീൻസ് നമ്മളിങ്ങനെ മിസ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ അറിയാതെ ഇങ്ങനെ അവരെ കുറിച്ചിട്ട് ആലോചിച്ച് പോകുന്ന ആ ഒരു കൈൻഡ് ഓഫ് എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് തോട്ട്സ് ആണ് നോക്കുന്നത്. 10 ഓഫ് പെൻഡക്കിൾ ആണ്. ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു ഫാമിലീനെ കാണിച്ചു തരുന്നു. അവർക്ക് 6 ഓഫ് കപ്സ് ആണ്. ഇത് പാസ്റ്റ് ലൈഫിനെ കുറിച്ചിട്ട് ചിന്തിക്കുന്നതാണ്. വളരെയധികം റിഗ്രറ്റ് ചെയ്യുന്നൊരു എനർജി കാണുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൻ്റെ. ഇപ്പം ഇവരുടെ തോട്ട്സ് നോക്കുന്ന സമയത്ത് മേ ബി ഇത് നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് ആയിരിക്കാം, നിങ്ങളൊരു ഫാമിലി ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും ക്ലോസ് ആയിട്ട് ഫാമിലീനെ പോലെ കഴിഞ്ഞിട്ടുള്ള ആളുകളായിരിക്കാം, ലിവിങ് ടുഗദർ, അല്ലെങ്കിൽ അത്രയ്ക്കും ക്ലോസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെങ്കിലും അതുപോലെ കഴിയുന്ന ഒരു പാർട്ട്ണറെ പോലെ അങ്ങനത്തെ ഒരു രീതിയിൽ കഴിയുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നിട്ടുണ്ടാവണം. 10 ഓഫ് പെൻഡക്കിൾ വന്നതുകൊണ്ടാണ്, ഒരു ഫാമിലി കാർഡ് വന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. പക്ഷേ ഇപ്പം ഈ പേഴ്സൺ പാസ്റ്റിലെ കാര്യങ്ങളെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ
എവിടെയോ നോക്കിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. ഓക്കെ, അതിനർത്ഥം ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞല്ലോ, ഒരു സൈലൻ്റ് ആണ്, ഒരാൾ ഇതിൽ സൈലൻ്റ് ആണെന്നുള്ളത്. ഓക്കെ, അപ്പം ഒരു സങ്കല്പിക്കുക റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് സന്തോഷകരമായിട്ട്, അല്ലെങ്കിൽ പഴയ കാര്യങ്ങൾ, സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ, മെമ്മറീസ് ഇങ്ങനെ ഓർത്തെടുക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. ഓക്കെ, പിന്നെ 6 ഓഫ് കപ്സ് എന്ന കാർഡ് ഒരുപാട് മെമ്മറീസ്, ബാക്കിലുള്ള മെമ്മറീസുകൾ ഇങ്ങനെ ഒരുപാട് വന്നിട്ട് നമ്മളിങ്ങനെ എന്താ പറയുക, ടോർച്ചർ ചെയ്യുക അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കുക എന്ന് പറയില്ലേ, നമ്മൾ അതിൽ നിന്ന് എത്ര മാറാൻ ശ്രമിച്ചാലും നമ്മളിങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുക പഴയ കാര്യങ്ങൾ. അങ്ങനെ ഒരു കാര്യം ഇവിടെ നടക്കുന്നുണ്ട്. സോ ആ പേഴ്സണ് നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കാതിരിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ മിസ് ചെയ്യാതിരിക്കാൻ അവർക്ക് പറ്റുന്നില്ല എന്നുള്ളത് കാണുന്നു. ഓക്കെ, ഇതൊക്കെ അവരുടെ തോട്ട്സ് ആണ്, അവരുടെ ചിന്തകളാണ് ഇതെല്ലാം, ആ ഒരു മിസ്സിങ് എനർജിയും അവരുടെ മെമ്മറീസ് കൊണ്ടുവരുന്നതൊക്കെ. നൈറ്റ് ഓഫ് സോട്സ് എന്ന കാർഡ് വന്നിട്ടുണ്ട്. പിന്നെ ഈ പേഴ്സൺ മെയിൻലി ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ തമ്മിൽ പരസ്പരം എന്തെങ്കിലും ശത്രുതയുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അതായത് ഈ പേഴ്സൻ്റെ ക്യാരക്ടർ ബേസ് ചെയ്തിട്ട് ഈ പേഴ്സൺ ഇപ്പം ഇവരെ ഭാഗത്താണ് തെറ്റെങ്കിലും നിങ്ങളുടെ ഭാഗത്താണ് റൈറ്റ് എങ്കിലും ഈ പേഴ്സണ് ഇവരാണ് ശരിയെന്ന് ഇവർ സ്വയം അങ്ങോട്ട് വിചാരിക്കും. ഓക്കെ, തെറ്റ് ഇപ്പം അവർ റിഗ്രറ്റ് ആലോചിക്കുന്നുണ്ടെങ്കിലും, ചെറുതായിട്ടെങ്കിലും അവർ ആലോചിക്കുന്നുണ്ടെങ്കിലും അവരുടെ വിചാരം അവർ ചെയ്തതാണ് ശരി. അപ്പോൾ നമ്മൾ ആ ഒരു സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു സമയത്ത് അവരുടെ അടുത്ത് എന്തെങ്കിലും തിരിച്ച് പറയുക അല്ലെങ്കിൽ റോങ് ആയിട്ട് സംസാരിക്കുക ചെയ്താൽ അത് അവർക്ക് പെയിൻ ആവുകയാണ്. അല്ലെങ്കിൽ അവർക്കത് നീ എന്നോട് ഇങ്ങനെ സംസാരിച്ചില്ലേ, അല്ലെങ്കിൽ നീ എന്നെ മനസ്സിലാക്കിയില്ലല്ലോ, നീ എന്നെ മനസ്സിലാക്കാതെയല്ലേ സംസാരിക്കുന്നത്, എൻ്റെ സിറ്റുവേഷനിൽ നിന്ന് ചിന്തിച്ച് നോക്കുക, ഇങ്ങനെയൊക്കെയുള്ളൊരു ചിന്തകൾ അവർക്ക് വരുന്നുണ്ട്. സോ ചെറിയൊരു ശത്രുതയുടെ ഒരു കാർഡ് എനിക്ക് വന്നിട്ടുണ്ട്. ഇത് അവരുടെ ചിന്തയാണെന്നുള്ളത് മനസ്സിലാക്കുക, ചിന്തകളാണ്. ഓക്കെ, അതായത് നിങ്ങൾ പരസ്പരം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ച കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിച്ച അവരുടെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് വശമായിരിക്കാം, എന്തൊക്കെയോ അതൊക്കെ അവരിങ്ങനെ ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് ഇങ്ങനെ ആലോചിക്കുക. അത് ആലോചിക്കുമ്പം അവർക്ക് ചെറിയൊരു ശത്രുത പോലെ തോന്നുക നിങ്ങളടുത്ത്, അല്ലെങ്കിൽ ഒരു ദേഷ്യം വരുന്ന ഒരു എനർജി വരുന്നുണ്ട്. അതിലുപരി ഇവിടെ അവർക്ക് ഒരു മിസ്സിങ് എനർജിയും വന്നിട്ടുണ്ട്. ഓക്കെ, ചിന്തിക്കുമ്പോൾ നമ്മളെല്ലാം ചിന്തിക്കുമല്ലോ, നല്ലതും ചീത്തതും കഴിഞ്ഞുപോയ കാര്യങ്ങൾ ചിന്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം വരുമല്ലോ അതിനകത്ത്. അടിയുണ്ടാക്കിയ കാര്യങ്ങളും അതിൽ സംസാരിച്ച കാര്യങ്ങളൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആൻഡ് അവർ എടുക്കുന്ന ഒരു തീരുമാനം അല്ലെങ്കിൽ അവരുടെ മനസ്സിലൂടെ പോകുന്നത് ഈ ഒരു ഫ്രീഡം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളത്. ഫുൾ കാർഡാണ്. ഫുൾ കാർഡ് എന്ന് പറയുമ്പം ഫ്രീ ആയിട്ടുള്ള ഒരു മനുഷ്യനെയാണ് കാണിക്കുന്നത്. അപ്പം ഇപ്പം അവർ കറൻ്റ്ലി അല്ലെങ്കിൽ സ്റ്റിൽ അവർ നിൽക്കുന്ന ഈ ഒരു ഫ്രീഡത്തിൽ തന്നെ നിൽക്കാം, ഉറച്ചു നിൽക്കാം എന്ന് അവർ വിചാരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ ഇവർക്ക് മെമ്മറീസ് വരുന്നുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും ഇവർ നിങ്ങളെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാനല്ല ശ്രമിക്കുന്നത്. പകരം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇതിൽ തന്നെ നിൽക്കാം എന്നുള്ളതാണ് അവർ വിചാരിക്കുന്നത്. മേ ബി അത് സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഒരു ദേഷ്യം മാറാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പെരുമാറ്റം അങ്ങനെ ആയിരിക്കാം. അതായത് അവർ സത്യം പറയാൻ വേണ്ടി വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും നിങ്ങൾ സിറ്റുവേഷൻ മനസ്സിലാക്കാതെ ബിഹേവ് ചെയ്യുന്ന ഒരാളായിരിക്കും നിങ്ങൾ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ക്യാരക്ടർ ബേസ് ചെയ്തിട്ടായിരിക്കാം മേ ബി അവർ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്നത്. അതായത് ഈ ഒരു ഫ്രീഡത്തിൽ തന്നെ ഇപ്പോൾ നിൽക്കാം, എന്താണെങ്കിലും എത്ര മിസ്സിങ് ആണെങ്കിലും അതിനെ ഹൈഡ് ചെയ്ത് വെച്ചുകൊണ്ട് ആ ഒരു ഫ്രീഡത്തിൽ തന്നെ ഇപ്പോഴും സൈലൻ്റ് ആയിട്ട് നിൽക്കുക എന്നുള്ളത് സിറ്റുവേഷൻ കൊണ്ടായിരിക്കും അവരങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവുക. പക്ഷേ ഇവരിവിടെ ഹോപ്പ് കൊടുക്കുന്നുണ്ട്. സ്റ്റാർ കാർഡാണ്. എപ്പോൾ വേണമെങ്കിലും കയറി ചെല്ലാം, ഇപ്പം ഇതിങ്ങനെ പോവട്ടെ, നമുക്കൊരു സമയമാകുമ്പോൾ കയറി ചെല്ലാം എന്നുള്ള രീതിയിൽ ഇവരൊരു ഹോപ്പ് കൊടുത്ത് നിൽക്കുകയാണ്, ഒരു പ്രതീക്ഷ കൊടുത്ത് നിൽക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. അതായത് നിങ്ങൾ എവിടെയും പോവില്ല, നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും, നിങ്ങൾ ഇവരെ തന്നെ കാത്തു നിൽക്കും, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് അത്രയും സിമ്പിളായിട്ട് നിങ്ങൾ വിട്ട് കളയില്ല എന്നുള്ളൊരു തോട്ട്സാണ് അവർക്കുള്ളത്. ആ ഒരു വിശ്വാസം അവർക്കുണ്ട്, നിങ്ങൾ അങ്ങനെയൊന്നും പോകത്തില്ല എന്നുള്ളൊരു വിശ്വാസമാണ്. മേ ബി നിങ്ങൾ ആ ഒരു രീതിക്ക് അവർ ചേസ് ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ കോണ്ടാക്ട് ഒക്കെ ചെയ്യുന്നുണ്ടാകാം. അതൊക്കെ കൊണ്ടായിരിക്കും അവർക്ക് അങ്ങനെ തോന്നുന്നുണ്ടാവുക. അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു കെയറിങ്ങും ആ പഴയ എനർജിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കാം അവർ, അതായത് ആ ഒരു സ്നേഹബന്ധം വെച്ചിട്ടായിരിക്കാം ആ ഒരു അളവ് അങ്ങനെ അളക്കുന്നത്. ഓക്കെ, പിന്നെ ഹെർമിറ്റ് കാർഡാണ് വന്നിട്ടുള്ളത്. സ്റ്റിൽ നിങ്ങളുടെ പേഴ്സൺ എന്തായാലും ഇപ്പം എലോൺ ആയിട്ടിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ആൻഡ് അവരുടെ കാര്യത്തിനൊരു പ്രിയോറിറ്റി കൊടുക്കുക, അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക തന്നെയാണുള്ളത്. അതാണ് ഫുൾ കാർഡും ഞാൻ പറഞ്ഞത്. ഫുൾ കാർഡും ഹെർമിറ്റൊക്കെ അതിന് എഗെയിൻ കൺഫർമേഷനാണ്. അവർ സൈലൻ്റ് ആയിട്ട് നിൽക്കുക, അല്ലെങ്കിൽ അവരുടെ കാര്യം ഇപ്പോൾ എന്താണോ ആ ഒരു കാര്യത്തിൽ തന്നെ നിൽക്കുക. അവർക്ക് കിങ് ഓഫ് പെൻഡക്കിൾ വന്നിട്ടുണ്ട്. ഇമോഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊരു ഈഗോയിസ്റ്റിക് ആയിട്ട്, ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ചെറിയ കാര്യങ്ങളിൽ അവർക്കൊരു ശത്രുത പോലെ മനസ്സിൽ വരിക. ദാറ്റ് മീൻസ് അവർക്ക് നിങ്ങൾ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ ആലോചിക്കുമ്പോഴുള്ള ഒരു എന്താ പറയുക,
നിങ്ങൾ പറഞ്ഞത് ആലോചിക്കുമ്പോൾ ഉള്ള ചെറിയൊരു ഈഗോ പ്രശ്നങ്ങൾ, മേ ബി നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും ഇനി ഞാൻ ഒരിക്കലും വരില്ല, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വാ എന്നൊക്കെ നിങ്ങൾ ആ ഒരു പേഴ്സൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാകും. അത് മെയിലായിരിക്കാം ഫീമെയിലായിരിക്കാം കേട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പേഴ്സണെ സംബന്ധിച്ച് ഒരു ഈഗോ വരും അവിടെ. ഓക്കെ, എന്താ പറയുക, ഞാനല്ല അവൾ തന്നെ അല്ലെങ്കിൽ അവൻ തന്നെ വരട്ടെ എന്നുള്ളൊരു രീതിയിൽ ഒരു ഈഗോ വരുന്ന ഒരു എനർജി. ഓക്കെ, ഇവിടെ കണ്ടോ, അവർക്ക് സ്നേഹമൊക്കെ ഉണ്ട്, അവർ ഫീലിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഒരു ഈഗോ അവർ നടുവിൽ വെക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ അതിനനുസരിച്ച് തന്നെ അവർ ആ ഒരു ഇപ്പം ഉള്ള ഒരു ഐ തിങ്ക് എനിക്ക് തോന്നുന്നു നിങ്ങൾ തമ്മിലൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ടാകാം. മേ ബി നിങ്ങളായിരിക്കില്ല, ആ പേഴ്സൺ ആയിരിക്കാം ഈ ഡിസ്റ്റൻസ് ഇങ്ങനെ കീപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടാവുക. പക്ഷേ ഇവർ പാസ്റ്റിൽ ഭയങ്കരമായിട്ട് സ്റ്റക്കഡാണ്. നിങ്ങളുടെ പഴയ ഓർമ്മകൾ ഇവർ ഇങ്ങനെ പുറകിലൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് ഇവിടെ വ്യക്തമാണ്. പക്ഷേ എന്ത് പറഞ്ഞാലും ശരി, ഇവർ അവരുടെ ഒരു പാത്തിലൂടെ സഞ്ചരിക്കാനും അതുപോലെ ആ ഒരു ഫ്രീഡം അവർ യൂസ് ചെയ്ത് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അത് നിങ്ങളുടെ ക്യാരക്ടർ ബേസ് ചെയ്തിട്ടും ആയിരിക്കാം അവരങ്ങനെ. അതായത് നമ്മൾ ചെറുതായിട്ടൊന്ന് സിറ്റുവേഷൻ പറഞ്ഞു വരിക അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും ഓവറായിട്ട് അങ്ങോട്ട് അറ്റാച്ച്മെൻറ്റ് കാണിക്കുക, അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷൻ മനസ്സിലാക്കാതെ ബിഹേവ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് തോന്നും ഇത് ശരിയാവില്ല എന്നുള്ളൊരു രീതിയിൽ, ഐ മീൻ ഇതൊരു പ്രശ്നത്തിലേക്ക് പിന്നെയും പോകും എന്നുള്ളൊരു തോട്ട്സൊക്കെ വരും. അപ്പം അങ്ങനെയുള്ളൊരു തോട്ട്സൊക്കെ നിങ്ങളുടെ പേഴ്സണ് വരുന്നുണ്ട്. ആ ഒരു തോട്ട്സ് ഉള്ളത് കൊണ്ടാണ് അവർ ആ ഒരു ഫ്രീഡത്തിൽ തന്നെ ഇപ്പം നിൽക്കാം. ഇതൊന്നും എത്ര മിസ് ചെയ്താലും നിങ്ങളെ അത് അറിയിക്കാത്ത രീതിയിൽ ഹൈഡ് ചെയ്ത് വെച്ച് ഒരു മൂലയ്ക്ക് ഇരുന്ന് ചിന്തിക്കുക. ഓക്കെ, ഒരു മൂലയ്ക്ക് ഇരുന്ന് സ്വപ്നം കാണുക, അവിടെ ഇങ്ങനെ സങ്കല്പിക്കുക നിങ്ങളെ. അത് മാത്രമാണ് ഈ പേഴ്സൺ ഇപ്പം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് അവരുടെ തോട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ റീഡിങ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസണേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.